കഴിഞ്ഞ ദിവസം ഒരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഗോബി ഫ്രൈഡ് റൈസ് കഴിച്ചിട്ടുണ്ടായിന്. ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു. അന്നേരം ഞാൻ വിചാരിച്ചതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പക്ഷേ ഇപ്പോൾ അതതിന് മുഹൂർത്തമായത്. അപ്പോൾ ഇന്ന് പിള്ളേർ സ്കൂൾ വിട്ട് വരുമ്പോൾ ഗോബി ഫ്രൈഡ് റൈസ് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. ചൂടായ പാനിലേക്ക് ആദ്യം ഓയിൽ ഒഴിച്ചിട്ട് അതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം. വെളുത്തുള്ളി ഒന്ന് ചെറുതായി മൂത്ത് വന്നു കഴിഞ്ഞാൽ നീളത്തിൽ അരിഞ്ഞ് വെച്ച സവോളയും ക്യാരറ്റും ക്യാബേജും ക്യാപ്സിക്കും സ്പ്രിംഗ് ഓണിയനും ഇതെല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായി ഒന്ന് വഴറ്റി കൊടുക്കണം. അത് വഴറ്റി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് പെപ്പർ പൊടി, കുരുമുളകിൻ്റെ പൊടിയും ചില്ലി സോസും സോയ സോസും ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതൊന്ന് നന്നായി മിക്സായി വന്നതിന് ശേഷം ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ഗോബി, അതായത് നമ്മളെ കോളിഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ആ സോസുമായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് വേവിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കാം. എൻ്റെ പെട്ടെന്നുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് ഞാൻ റൈസ് ഇപ്പാണ് വേവിച്ചെടുത്തത്. ഫ്രൈഡ് റൈസിന് എപ്പം നല്ലത് തലേന്നേ വേവിച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച റൈസാണ്. അപ്പോൾ റൈസ് ഇട്ട് കൊടുത്ത ശേഷം കുറച്ച് പഞ്ചസാരയും ഒരിത്തിരി വിനാഗിരിയും കൂടെ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ അരിയിലേക്ക് നല്ലോണം ഒന്ന് ആവി കയറിയ ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ അടിപൊളിയായിട്ടുള്ള ഗോബി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.